എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. വളരെ റീസെൻ്റ്ലി ആണ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. വീഡിയോസ് ഇടാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, സംസാരിക്കാനും അതുപോലെ തന്നെ വീഡിയോസിൽ സംസാരിക്കാനും എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ 1-2 തവണ ട്രൈ ചെയ്തു, പിന്നെ കണ്ടിന്യൂഷൻ നഷ്ടപ്പെട്ട് അതവിടെ ഫ്ലോപ്പായി. അപ്പോൾ അഗെയിൻ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ജേർണിയിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു ഈവനിങ് റുട്ടീനാണ് ഞാനിവിടെ കാണിക്കുന്നത്. എല്ലാവരും രാവിലെ എണീറ്റ് ഉച്ചയ്ക്കുള്ള ഫുഡ് വയ്ക്കുന്നതും രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുന്നതൊക്കെയാണ് കാണിക്കുക. പക്ഷെ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ്. ഞങ്ങൾ ഈവനിങ്ങിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക, പിറ്റേ ദിവസത്തേക്കുള്ളതും അന്നത്തെ വൈകുന്നേരത്തേക്കുള്ളതും. സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. മോരുകറിയും പയറുപ്പേരി, പപ്പടം, ചമ്മന്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവുള്ളൂ. എങ്കിലും അതെൻ്റേതായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നു, അത്രമാത്രം കേട്ടോ. എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്രയധികം നന്നായി കുക്ക് ചെയ്തിരുന്ന ഒരാളൊന്നുമല്ല. വളരെ മിതമായിട്ട് ചെറിയ രീതിയിലൊക്കെ മുട്ട പൊരിക്കാനും പപ്പടം വറക്കാനും ചായ ഉണ്ടാക്കാനൊക്കെ മാത്രം അറിഞ്ഞിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എല്ലാം ഞാൻ പഠിച്ചെടുക്കേണ്ടി വന്നു. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ വിശേഷം. അപ്പോൾ വെള്ളരിക്കയും പയറൊക്കെ ഞാൻ എടുത്തിട്ട് അരിയാൻ പോവാണ് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, എങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നോട്ടെ. കുക്കിങ്ങിൻ്റെ ഒരു ABCD പോലും അറിയാത്ത ഞാൻ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നുന്നു. കുക്കിങ്ങിൽ കയ്യിൽ കുത്തി കളിച്ചു തുടങ്ങിയ സമയം തൊട്ട് എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് എൻ്റെ ഹസ്ബൻഡിനാണ്. ഒരു ABCDയും കുക്കിങ്ങിൻ്റെ അറിയാത്ത ഞാൻ ഇന്ന് വെക്കാത്ത ഫുഡുകളില്ല, ഇന്ന് ചെയ്ത് നോക്കാത്ത പരീക്ഷണങ്ങളില്ല. ഏത് രീതിയിലുള്ള ഐറ്റംസ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നാലും അത് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ അയ്യേ എന്ന് പറയാത്ത രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ ഇപ്പം എനിക്കറിയാം. അത് എൻ്റെ മാത്രം കഴിവൊന്നുമല്ല കേട്ടോ. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും യൂട്യൂബിൻ്റെയും പിന്നെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെയും കഴിവ് കൊണ്ട് മാത്രമാണ്. കാരണം എല്ലാം പിന്നെ പഠിക്കാമെന്ന് വെച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ കല്യാണം. അങ്ങനെ പിന്നെ എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കേണ്ടി വന്നു. പക്ഷെ അതിലെനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും പറയും അതിൻ്റെതായ സാഹചര്യം വരുമ്പോൾ നമ്മളെല്ലാം പഠിക്കുമെന്ന്. അതെൻ്റെ ലൈഫിൽ വളരെ അന്വർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്ത് കൂടെ കൊടുക്കുക കേട്ടോ. നമ്മുടെ ചെറിയ ചെറിയ പണികളും നമ്മുടെ ചെറിയ വ്ളോഗൊക്കെ ആയിട്ട് നമുക്കൊന്നങ്ങ് പോവാം. ഈ പയറുണ്ടല്ലോ, പല സ്ഥലത്ത് വള്ളിപ്പയർ, ഒടിപ്പയർ അങ്ങനെയൊക്കെയാണ് പറയാം. ഇവിടെ പയർ തന്നെയാണ് കോമൺ ആയിട്ട് പറയാം. ഈ പയർ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ അങ്ങോട്ട് കുത്തി കാച്ചാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ടുള്ള ആ കാച്ചലാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ മോള് വന്നു, അവളെ എടുക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പം അതിൻ്റെ പേരിൽ കുറച്ച് നേരം എടുത്ത് നിന്ന് പിന്നെ എനിക്ക് കഴിക്കും. എനിക്ക് ഭയങ്കര കഴപ്പാണ്. ഇവൾ എടുത്ത് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് വയ്യാണ്ടാവും. അപ്പം ഞാൻ അവളെ ഇറക്കി വെച്ചു. അങ്ങനെ വീണ്ടും പണി തുടർന്നു. ഇത് മോരുകറിയിലേക്കുള്ള അരപ്പാണ് എടുക്കുന്നത്. നാളികേരം ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട്, ഞാൻ വേറെ ഒന്നും ഇടൂല, നാളികേരം ചെറിയ ജീരകവും മാത്രം ഇട്ട് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് നന്നായി അരയാൻ മഷി പരുവത്തിന് അരയാൻ പാകത്തിന് അരച്ചെടുക്കും. എന്നിട്ട് നേരെ കറിയിലൊഴിക്കും. വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളരിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതിന് ശേഷം വീണ്ടും തൈര് ഒന്ന് കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ, കവറിലാണ്, പുളിയുള്ള തൈര് വേണം. കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ കട്ടയൊന്ന് ഉടച്ച് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് വീണ്ടും അതിലൊഴിക്കും. ഞാൻ നല്ലോണം തിളപ്പിച്ച് വറ്റിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല എല്ലാവരും ചെയ്യുക. ഇറക്കാൻ നേരത്തിനാണ് ഈ തൈര് ഒഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനത് ഒഴിച്ച് ഇത്തിരി കൂടെ എന്താ പറയുക ഒന്ന് വറ്റിക്കും. ചിലപ്പോൾ ആ നാളികേരം മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിക്കുമ്പോൾ അതൊന്ന് കൂടിയിട്ടുണ്ടാവും വെള്ളം. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും കൂടെ വറ്റിക്കാൻ നോക്കും. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റേതായ ഒതൻറ്റിക് സ്റ്റൈലിലൊന്നല്ല ഞാൻ ചെയ്യുക, ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്യും. പക്ഷെ എന്ത് ചെയ്താലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ടേസ്റ്റായിട്ട് വരാറുണ്ട്. അതെന്തുകൊണ്ടോ ഭാഗ്യം. അപ്പോൾ നമ്മുടെ പയർ കുത്തിക്കാച്ചിലാണ് നടക്കുന്നതിൻ്റെ ഇടയിൽ നടന്നു കഴിഞ്ഞു. ഈ പയർ നല്ല രീതിയിൽ ഉള്ളിയും മുളകൊക്കെ കാച്ചിയിട്ട് ഉപ്പൊക്കെ ഇട്ട്, ഞാൻ മൂടി വെക്കില്ല, മൂടി വെക്കാതെ വേവിക്കുകയാണ് എനിക്കിഷ്ടം. മൂടി വെക്കാതെ വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മൂടി വെച്ച് വേവിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് മോരുകറിയിലേക്കുള്ള കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ചിട്ട് മോരുകറിയിലേക്ക് ഒഴിക്കുക. വേറെ ഒന്നും അതിൽ ചേർക്കില്ല. അതിൽ വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടിയും കൂടെ ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കഴിഞ്ഞാൽ മോരുകറിക്ക് ഒരു കളർ കിട്ടും. അത്രേ ഉള്ളൂ.
പിന്നെ ഇതേ പയറിൽ നാളികേരമൊക്കെ ഇട്ട് പയറ് സെറ്റാക്കി. പിന്നെ കുറച്ച് പപ്പടം കൂടി വറക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇത് ഇത്തിരി ആർഭാടാ, പപ്പടമൊന്നും ഞാൻ ചെയ്യാറില്ല. അങ്ങനെ പപ്പടം കൂടി വറുത്ത് എല്ലാം വറുത്ത് വെച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് ഇനി വീണ്ടും കാണാം.